ഇന്നത്തെ റെസിപ്പി എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി തമിഴിൽ പിടിയിട്ടുണ്ടാവും. എങ്ങനെ എളുപ്പത്തിൽ പൊറാട്ടയും നമ്മുടെ ഹോട്ടൽ സ്റ്റൈൽ ഗ്രേവിയും തയ്യാറാക്കാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും. ശരിക്കും നമുക്ക് കുറേ നേരം കുഴച്ച് വെച്ചിട്ട് ഇതേ സൂത്ര രീതിയിൽ തന്നെ വേഗം പരത്താനുള്ള ഒരു സൂത്രമൊക്കെ ആയിട്ട് ഞാൻ ഒരു 2-3 വർഷം മുന്നേ 2 വർഷം മുന്നേ നമ്മൾ ആ രീതി ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. അതിനുശേഷം ഇപ്പോൾ കുറേ നമ്മളത് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അന്ന് ഞാൻ ഇടുന്ന സമയത്ത് ആരും അങ്ങനെ ഒരു രീതിയിൽ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അതേ രീതി തന്നെയാണ് പരത്താനായിട്ട് നമുക്കത് സൂത്രത്തിൽ എങ്ങനെ വലിച്ചടിക്കാതെ എങ്ങനെ പരത്താന്നുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ഒരു വീഡിയോയിലും. ആ ഒരു രീതി തന്നെ അന്ന് ആ വീഡിയോയിൽ ചെയ്തത്. പക്ഷേ കുഴച്ച് വെച്ച് കുറേ നേരം വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കാം. കറക്റ്റായിട്ടുള്ള പൊറോട്ട വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പഴയ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് കാണാൻ മറക്കരുത്. കുറേ നാളായിട്ടുണ്ട് അത്. അപ്പോൾ അതൊന്ന് പോയി നോക്കിക്കോളൂ അങ്ങനത്തെ പൊറോട്ട വേണമെങ്കിൽ. അപ്പം റെസിപ്പി കണ്ടു നോക്കുക, എന്തായാലും ഇഷ്ടവും. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ഉള്ളിക്കറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഉള്ളിക്കറി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എനിക്ക് ഞാൻ ഈ ഉള്ളിയുടെ അളവ് പിന്നെ പറഞ്ഞു തരാം. ഇതിലിപ്പോൾ 6 ടേബിൾ സ്പൂണ് ഓയിൽ എടുത്തിട്ടുണ്ട് നമ്മൾ. അതായത് 3 വലിയ സവോളയാണ് ഇതേപോലെ ക്യൂബായിട്ട് അരിഞ്ഞോളൂ കേട്ടോ. നിങ്ങൾ തന്നെ അരിയരുത്, ക്യൂബായിട്ട് അരിഞ്ഞോളൂ. 3 സവോള ക്യൂബായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര സവോളയാണ് എടുക്കണേ അതിൻ്റെ ഇരട്ടി നമ്മൾ ഓയിൽ എടുക്കണം. ഞാൻ ഇവിടെ 6 ടേബിൾ സ്പൂണ് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആദ്യം പെരുംജീരകമാണ് വേണ്ടത്, ഇറച്ചി ജീരകം. കുറേ പേര് സംശയം പറയാറുണ്ട്, നമ്മൾ ഗരം മസാലയിലേക്കൊക്കെ പൊടിക്കില്ല, ആ ജീരകമാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഞാൻ വേണ്ടില്ല ഈ ജീരകം. ഇതൊരു 3/4 ടീസ്പൂണ് ഓയിലാണ് ഞാൻ എടുത്തേക്കണത്. അപ്പം കടയിൽ നമുക്ക് വെളിച്ചെണ്ണയിലൊന്നും അവർ ചെയ്ത് തരില്ല എന്തായാലും. അപ്പോൾ വെളിച്ചെണ്ണ വയ്ക്കുമ്പോൾ വേറൊരു മണമായിരിക്കും. അപ്പോൾ ഓയിൽ തന്നെ എടുത്താൽ മതി. ഒരു 3/4 ടീസ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പൊട്ടട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ പെരിഞ്ജീരകം അത്യാവശ്യം പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സവോള, അതിൻ്റെ ഒപ്പം തന്നെ ഒരു 4 പച്ചമുളക് ഇതേ ഇങ്ങനെ കണ്ടം തുണ്ടം വെട്ടിയിട്ടുണ്ട് കേട്ടോ. നീളങ്ങി വിലങ്ങനെയൊന്നല്ല, ഇങ്ങനെ കണ്ടം തുണ്ടം വെട്ടിയിടുക, ഇങ്ങനെ ഇട്ടാൽ മതി. നമുക്കിതൊന്നേ നല്ല വഴറ്റി എടുക്കണം കേട്ടോ. നല്ല ഒന്ന് വഴറ്റാം. ആവശ്യത്തിന് വേണ്ട ഉപ്പ് കുറച്ചിട്ട് കൊടുത്തപ്പോൾ തന്നെ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം. തുറന്ന് വെച്ചിട്ട് വേവിക്കരുത്. ഒരു ലോ ഫ്ലെയിമിൽ തീ ആളിച്ച് കത്തരുത്. അടിയിൽ ഇങ്ങനെ കരിഞ്ഞ പോലെയാവും. നമുക്കിങ്ങനെ വെന്ത് ബുൾബിളാന്നിങ്ങായിട്ട് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് മൂടി വയ്ക്കുക. ഒരു 5-10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ഒരു 2-3 ഇളക്കുക. അപ്പം തന്നെ മൂടി വയ്ക്കുക. ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ പൊറോട്ട. 1.5 കപ്പ് മൈദപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ 1.5 കപ്പ് മൈദപ്പൊടിയിലേക്ക് ഇതേ ഒരു 1/4 ടീസ്പൂൺ, അധികം ഒന്നും ആവല്ല, ഞാൻ ഈ കപ്പിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. ബേക്കിംഗ് പൗഡറാണ്, സോഡയല്ല കേട്ടോ. ബേക്കിംഗ് പൗഡർ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇത് പൈലെന്നെ പറ്റി പിടിച്ചിരുന്നല്ലോ. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അതുപോലെ ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ പിന്നെ പാലാണ് കേട്ടോ എടുക്കണത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ പച്ചവെള്ളത്തിൽ കുഴക്കണമെങ്കിൽ കുഴക്കാം. പക്ഷെ ഒന്നുകൂടി നമുക്ക് നല്ല മാർദ്ദവമായിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് പാലിൽ കുഴച്ചാൽ മതി. അപ്പം ഇനി പാൽ എന്തോരം ചേർത്ത് കൊടുക്കേണ്ടതെന്ന് ഞാൻ അളവ് കപ്പിൽ എടുത്തതിന് ശേഷം പറഞ്ഞുതരാം കേട്ടോ. ആദ്യം ഒരു 1/2 കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ചൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കുഴക്കട്ടെ കേട്ടോ. വീണ്ടും പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 കപ്പ് ഞാൻ ഒഴിച്ചു. ഓക്കെ, ഒരു 1/2 കപ്പും ഒരു 2 ടേബിൾ സ്പൂണും കൂടി പാല് വേണ്ടി വരും. 1.5 കപ്പ് പൊടിയിലേക്ക് 1/2 കപ്പ് പാല് വേണ്ടി വരും കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി. അതാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അളവ് കണ്ടിട്ട്. കണ്ടില്ലേ, ഒരിത്തിരി ഇങ്ങനെ പശയായിട്ട് ഇരിക്കണം. അധികം ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇരിക്കരുത്. മാവ് ഒരു തരിയും കൂടി ഒഴിക്കണ്ടേ ഞാൻ വെള്ളം. അപ്പം അധികം ഇങ്ങനെ മാവ് ടൈറ്റായി കഴിഞ്ഞാൽ നമ്മൾ പൊറോട്ട ഉണ്ടാക്കി കഴിയുമ്പോഴേ ഈ കിട്ടാതെ ഇരിക്കും, വട്ടി പോലെ. അത് വെള്ളത്തിന്റെ അളവ് കുറഞ്ഞാലും അങ്ങനെ വരും. അപ്പം നിങ്ങൾ പാലാണോ വെള്ളമാണെങ്കിലും ഇതേ ഒരു പശപ്പിടുത്തുള്ള പോലത്തെ പരുവത്തിന് ഇതേ ഇങ്ങനെ കുഴച്ചോളൂ കേട്ടോ. ചപ്പാത്തിയിലും ഇട്ടിട്ട് ഒരു പൊടിപ്പ് നനവ് വേണം. ഇനി നമുക്കിത് ഇതിലോട്ട് ഒരു പകുതി ചെറുനാരങ്ങ കേട്ടോ. കുരുല്ല ഇതില്. പകുതി ചെറുനാരങ്ങയുടെ നീര് മൊത്തം വേണ്ട. അതെ, ഒരു 2 ഞെക്ക് പകുതി ചെറുനാരങ്ങ എടുത്തിട്ട് ഇത്രയും മതി. ബാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് നല്ലോന്ന് തിരുമ്മി അങ്ങോട്ട് കുട്ടിപ്പിടിക്കാൻ നല്ലോണം കുഴച്ചെടുക്കണം. അപ്പൊ നമ്മുടെ മാവ് ഞാനിത് നല്ല കുഴച്ച് നല്ല പുതു പരിവാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്തെ ഇതിലേക്ക് നമ്മളിപ്പോൾ ഓയിലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ മീതെ ഇങ്ങനെ തൊട്ട് വെട്ടുക. വെറുതെ വേണ്ടില്ലേ ഇങ്ങനെ കുട്ടികൾക്ക് പൗഡർ ഇട്ട് കൊടുക്കണ പോലെ ഇത്തിരി എണ്ണ ഒന്ന് പൗഡർ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേത്ത് ഇത്തിരി എണ്ണയൊന്ന് അതിൻ്റെ മേത്ത് പെരട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ പാത്രം ഉണ്ടല്ലോ, ഈ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ഞാൻ ഒരു സീലിംഗ് റാപ്പ് ഇട്ടിട്ട് അടയ്ക്കാൻ പോവാണ്. ഇതിവിടെ ഇരിക്കട്ടെ. ഒന്ന് സീലിംഗ് റാപ്പ് ഇട്ടിട്ട് വെക്കുക. നമ്മുടെ കറി ആവുന്ന ആ ഒരു സമയം ഒരു 10 മിനിറ്റ് അവിടെ വെച്ചാൽ മതി. ഒന്ന് ഇരുന്ന് സെറ്റാൻ വേണ്ടിയിട്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ അപ്പം തന്നെ പരത്തി അടിച്ച് ഉണ്ടാക്കാം. ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇത് നമ്മുടെ കറി റെഡിയായതിനു ശേഷം നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം. ഇതിപ്പോൾ നമ്മൾ
ആ മാവ് കുഴക്കുന്ന സമയം ഒന്നും മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ട പകുതിയായി നമ്മുടെ സവോള നല്ല വെന്ത് ബുളുബുളാന്നനെയായിട്ട് നല്ലൊരു മണമാണ് കേട്ടോ. അപ്പൊ ആ പച്ചമണമൊന്നും ഇല്ല സവോളയുടെ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം, അധികം ആവണ്ട, ഒരു ബ്രൗൺ ഷെയ്ഡല്ലേ നമ്മുടെ ആ കറി എപ്പോഴും ഒരു കപ്പി കളർ. അപ്പൊ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂണോളം നമ്മുടെ മുളക് പൊടി കേട്ടോ. ടീസ്പൂൺ ആണേ, ടേബിൾ സ്പൂൺ അല്ല. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് എണ്ണ തെളിഞ്ഞ സാധനം കിട്ടണമെങ്കിൽ ഇത്ര എണ്ണ നമ്മൾ ചേർക്കണം. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നമ്മളത് അറിയണില്ല എന്ന് മാത്രം. കുറച്ച് എണ്ണയിലാകുമ്പോഴേ അവിടെ ഇവിടെ ഇങ്ങനെ വിഘടിച്ച് കിടക്കുമ്പോൾ സവോള. അപ്പൊ അത് ശ്രദ്ധിച്ചോളൂ. അത്യാവശ്യം ഓയിൽ ഉണ്ടായാലേ അതിന്റെ മസാല ടേസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് ഞാൻ എടുത്തെടുത്ത് പറയാണ്, ഓയിൽ അത്യാവശ്യം വേണം അതിന്. പിന്നെ സവോള നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടില്ലേ, നമ്മൾ കുറച്ചിട്ടിട്ടുള്ളൂ. പക്ഷെ ഇത് ആകെ കൂടി ഇപ്പൊ ഒരു കൈപ്പിടി ഇത് ആകെ കൂടിയിട്ട് കണ്ടില്ലേ. നമ്മുടെ ആ മുളക് പൊടിയൊക്കെ നല്ല മൂത്തിട്ടുണ്ട്, പച്ചമണം പോയി. ഇനിയാണ് നമ്മുടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ്, അത് നിങ്ങൾ ചേർക്കണം. എന്തായാലും ചേർത്തോളൂ. ഇതിപ്പോ ഈ സാധനത്തിന് ഇവിടെ കാര്യം ചോദിക്കരുത്. ഏതൊരു സിനിമയിലെ ഡയലോഗ് ഉണ്ടല്ലോ പോട്ടെ. ഇത് നമ്മുടെ സാമ്പാർ പൊടിയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് 1 ടീസ്പൂൺ ആണ്. ഇതിൽ ഞാനൊരു 1/4 ടീസ്പൂൺ സാമ്പാർ പൊടി, അധികം ആവരുത്, വെറും 1/4 ടീസ്പൂണ്. ഒരു പ്രത്യേക മണം കിട്ടും നമുക്ക് നമ്മുടെ ഈ ഉള്ളിക്കറിക്ക്. ഒരു 1/4 ടീസ്പൂൺ കേട്ടോ സാമ്പാർ പൊടി. സാമ്പാർ പൊടിക്ക് വീട്ടിലെന്താ കാര്യം ചോദിക്കരുത്, ഇവിടെ കാര്യമുണ്ട്, നിങ്ങളത് ചേർക്ക്. അപ്പൊ അറിയാൻ പറ്റും. കണ്ടാ നല്ലൊരു മണം വരും. ഇതിൽ തക്കാളി ചക്കാളി ഒന്നും വേണ്ട, നമുക്ക് ഇത്രയും മതി. പുളി ഇല്ലാതെ കറി കഴിക്കാൻ പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ തക്കാളി ചേർത്തു, വേറെ നിവൃത്തിയില്ലല്ലോ. നിങ്ങൾക്ക് പുളിയില്ലാതെ കഴിക്കാൻ പറ്റില്ലല്ലോ. ഇതിങ്ങനെ വെച്ച് നോക്ക്, നിങ്ങൾക്ക് കറക്റ്റ് രുചി കിട്ടും. കുറെ മല്ലിപ്പൊടി ഒന്നും കൊണ്ട് തട്ടരുത്, കുരുമുളക് ഒന്നും ഇടണ്ട. ഇത്ര മാത്രം ഇതിൽ നമുക്ക് സാധനങ്ങൾ വേണ്ടോ. തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. നമ്മുടെ സാമ്പാർ പൊടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തിളച്ച വെള്ളം 1 കപ്പ്, അതായത് 250 ml തിളച്ച വെള്ളം, പച്ചവെള്ളം ഒഴിക്കല്ലേ. കണ്ടാ അടിപൊളിയായി വരുന്നില്ലേ നമ്മുടെ കറി, അടിപൊളിയാണ്. ഇനി ഈ നേരത്തെ ഞാൻ ഒരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇതിലേക്ക് ഒഴിക്കണ വെള്ളം ഉണ്ടല്ലോ, നിങ്ങൾ ബീഫൊക്കെ വേവിക്കുമ്പോൾ നല്ല നെയ്യ് ചാറ് കിട്ടുകയാണെങ്കിൽ അതെടുത്ത് മാറ്റി വെക്കുക ഫ്രിഡ്ജിൽ, ചിക്കൻ്റെ ഒക്കെ. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ, ഹോട്ടലിലൊക്കെ അതാണ് ചെയ്യുന്ന സത്യത്തില്, ബീഫിന്റെ വെള്ളം ഇതിലേക്ക് വേവിച്ചത് ഒഴിക്കുക. അപ്പൊ നല്ലൊരു സ്വാദ് ഉണ്ടാവും ആ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ. ഒന്നും കൂടി അടിപൊളിയായിരിക്കും. നമുക്ക് ഇതിപ്പോ എപ്പോഴും ബീഫിന്റെ ചാറ് കിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് കാണിക്കാൻ. ഞാൻ ബീഫ് വേവിച്ചതിന്റെ വെള്ളം ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇതിപ്പോ എല്ലാവർക്കും ചെയ്യുന്ന ഒരു രീതി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചേട്ടാ. ഞാനപ്പോൾ ബീഫ് വേവിച്ചതിന്റെ വെള്ളം ഉണ്ടെങ്കിൽ ആ നെയ്യ് അപ്പടി ഞാൻ ആ കറിയിൽ ഒഴിക്കാറില്ല. ബീഫിന്റെ കറിയിൽ കുറച്ചൊന്ന് എടുത്ത് വെക്കും ഞാൻ. അത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അതായത് കുറെ നാളൊന്നും ഇരിക്കില്ല കേട്ടോ, 2 ദിവസത്തേക്കൊക്കെയാണ് ഞാൻ എടുത്ത് വെക്കാറുള്ളൂ ഫ്രിഡ്ജിൽ. കണ്ടോ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരിവം മതി കേട്ടോ, ഓഫ് ചെയ്യാൻ നമുക്ക്. അല്ലെങ്കിൽ ചാറ് വറ്റിപ്പോവും. കഴിഞ്ഞു, പണി കഴിഞ്ഞു. ലാസ്റ്റ് ഫൈനൽ ടച്ചപ്പ് നമ്മുടെ മേക്കപ്പിന്റെ, അതായത് നമുക്ക് കുറച്ച് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് അവസാനിക്കാം. അതായത് ഒരു 1/4 ടീസ്പൂണ് വീട്ടിൽ പൊടിച്ച ഗരം മസാല. വേറെ കണ്ണി കണ്ട കച്ചറ ഗരം മസാലയൊന്നും ചേർക്കരുത്. വീട്ടിൽ പൊടിച്ച ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ, അധികം ആവരുത്, 1/4 ടീസ്പൂൺ മതി. ആഹാ നോക്കിയ ചാറ്. ഈ ചാറ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ? അമ്പോ അടിപൊളി മണം, വെറുതെ തള്ളി മറക്കണതല്ല, അടിപൊളി മണം വരുന്നുണ്ട്. ഓഹോ, സവോള മാത്രം ആയതുകൊണ്ട് ഒരു മധുരമേ ഉണ്ടാവും. എങ്കിലും ഒരു മിനുക്ക് പണി പോലെ ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് ആ മധുരം കറക്റ്റായിട്ട് വരിക. ആ മുളകിന്റെ കുത്തൊക്കെ ഒന്ന് ഇരിക്കും. നമ്മളൊരു തുണ്ട് മധുരം ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ നമ്മുടെ ഗ്രേവി? നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണില്ലേ? കളർ എത്രത്തോളം ഇതിൽ എടുത്ത് കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയണില്ല. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പൊറാട്ടയുടെ പണി തുടങ്ങിയാലോ. അപ്പൊ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. നമ്മുടെ പൊറാട്ടയുടെ മാവ് കണ്ട നല്ല സോഫ്റ്റ് ബുളു ബുളു കണ്ട നല്ല പരിവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ചൂടുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ. അപ്പൊ നല്ല മയമായിട്ട് വരും നമ്മുടെ മാവ്. ഞാൻ മൈക്രോവേവിന്റെ ഉള്ളിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നല്ല ചൂടുണ്ടാവുമല്ലോ അവിടെ. അപ്പൊ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്ന് കുഴച്ചിട്ട് നമുക്ക് ബോൾ പിടിക്കാം. എല്ലാ പൊറാട്ടയും ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോളായിട്ട് പിടിക്കാം. ഇങ്ങനെ തള്ളവിരലുകൊണ്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ തള്ളവിരലുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് മുകളിലേക്ക് ഇങ്ങനെ ഒരു ബോൾ പോലെ വരും. എന്നിട്ട് അത് ഉണ്ട പരിവാക്കിയിട്ട്, ഇപ്പോൾ ഇത് എനിക്കൊരു 4 എണ്ണത്തിനുള്ള മാവേ ഉള്ളൂ കേട്ടോ. 1.5 കപ്പ് എന്ന് പറഞ്ഞാലും ചെറിയ ചെറിയ പൊറോട്ടയായിട്ട് ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾക്ക് കുറേ വേണമെങ്കിൽ ഇതിൻ്റെ ഇരട്ടി അളവ് എടുക്കുക. ഇത് കണ്ടില്ലേ 4 എണ്ണമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ ബോൾ പിടിച്ചു കഴിഞ്ഞു. മീതെ വീണ്ടും കുറച്ച് എണ്ണ ഒന്ന് ഓയിൽ കേട്ടോ ഒന്ന് പുരട്ടി കൊടുത്തിട്ടേ നമുക്കിത് ഇനി പരത്താൻ തുടങ്ങുന്ന സമയമായാലും നമ്മൾ ഞാനിപ്പോൾ ഈ പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ മീതെ വെച്ച് കൊടുക്കണേ. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നനഞ്ഞ ഒരു ടവൽ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ടർക്കി എന്തെങ്കിലും ഇതിങ്ങനെ തുറന്നു വെക്കരുത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് പരത്താൻ തുടങ്ങാം.
അപ്പോൾ ഓരോ ബോളുകൾ എടുക്കുക, പരത്തി തുടങ്ങുക. അപ്പോൾ ബാക്കിയുള്ള ബോളുകൾ അവിടെ ഒരു തുണി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ച് മൂടി വെച്ചോളൂ കേട്ടോ. നനവുള്ള തുണി കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് മൂടി വെച്ചോളൂ. ആ പാത്രത്തിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ മാവിലേക്കും ആ ഓയിൽ പിടിക്കും. മെയിനായിട്ട് നമ്മുടെ പൊറോട്ടയുടെ എന്താ പറയുക സോഫ്റ്റ്നെസ് എന്ന് പറയുന്നത് മെയിനായിട്ട് എണ്ണ തന്നെയാണ്. ഡാൽഡ എടുത്താൽ ഏറ്റവും നല്ലതാണ്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാൽഡ എടുക്കാം. ഡാൽഡ എണ്ണയും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഇതേപോലെ നമ്മുടെ പാദം പുറത്തിട്ട് ടൈലും ഇട്ടിട്ട് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. നമ്മുടെ കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ അവിടെ. അപ്പം നിങ്ങൾക്ക് കാണിക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കട്ടിംഗ് ബോർഡ് വെച്ചു എന്ന് മാത്രം. അത് മാത്രം ഇങ്ങനെ നമുക്ക് പറ്റില്ല. അത് കണ്ടോ, ഞാൻ പ്ലേറ്റിലേക്ക് ഓരോന്നും ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ അരിവശം കനം കുറച്ച് പരത്തി ഓരോന്ന് അതിൻ്റെ മീതയ്ക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം അങ്ങനെ പരത്തി വെച്ചതിന് ശേഷം ഓരോന്ന് അതൊന്ന് വീണ്ടും എടുത്തിട്ട് ഇതുപോലെ വലിച്ച് ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ വരയുക. ഒരു കോക്കാച്ചി കത്തി എടുക്കുക, ഇതേപോലത്തെ ഇങ്ങനെ തുമ്പ് വളഞ്ഞ പോലത്തെ കത്തി എടുത്തിട്ട് ഇങ്ങനെ വരഞ്ഞിട്ട് സാധാ നമ്മുടെ പൊറാട്ടയ്ക്ക് ചുറ്റണ പോലെ ചുറ്റുക. ഇതിലും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തോളോട്ടോ ഇങ്ങനെ ചുറ്റണ നേരത്ത്. എന്നിട്ട് അടിയിലേക്ക്, ഇതൊക്കെ എല്ലാവർക്കും അറിയണതല്ല, അതിൻ്റെ അവസാന വാലുഭാഗം അടിയിലേക്ക് വെച്ച് കൊടുക്കുക. എത്ര എണ്ണ. ഇനി ഇത് പരത്താൻ കുറെ പേര് പറയാറുണ്ട് പൊറാട്ടയ്ക്ക് പരത്തുമ്പോൾ. എനിക്കും ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു ഈ ഒരു ബുദ്ധിമുട്ട്. അങ്ങോട്ട് പരത്തി ഇങ്ങോട്ട് വരും. പക്ഷെ അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ ഈ ചപ്പാത്തി പരത്തണ പോലെ പരത്താതെ കണ്ട ഇങ്ങനെ വെക്കുക, ഒരു ഇടി കൊടുക്കുക. ഒരു പൊറോട്ട ചേട്ടൻ പരത്തണ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് എനിക്ക് മനസ്സിലായ ടിപ്പാണത്. അങ്ങനെ പരത്തി ഉടനെ അടി തന്നെ കല്ല് നല്ലോണം ചൂടായിരിക്കണം. എണ്ണ പരട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഡാൽഡ ഏതായാലും കുഴപ്പമില്ല. നമ്മുടെ ചപ്പാത്തി വീണ്ടും ചപ്പാത്തി കയറി വന്നു, പൊറാട്ട ചേർത്ത് കൊടുക്കുക അതിലേക്ക്. അതായത് ഇങ്ങനെ തിരിച്ചു മറച്ചു വിട്ടിട്ട് അതിനെ ഇങ്ങനെ വെഗിടിപ്പിച്ചെടുക്കരുത് കേട്ടോ. അടിവശം രണ്ട് പ്രാവശ്യം നമ്മൾ ഒറ്റ പ്രാവശ്യം, രണ്ടല്ല ഒരു പ്രാവശ്യം മറിച്ചിടാവോ. കണ്ട കഴിഞ്ഞു. ഇനി മറയ്ക്കാനും തിരിക്കാനും നിൽക്കരുത്. അടിവശം വെന്ത് മുരിഞ്ഞതിന് ശേഷം മാത്രം മറിച്ചിടുക. ഇത് ചിലവർ അങ്ങനെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊന്നല്ല. വെറും 2 പ്രാവശ്യം മാക്സിമം അത്രേ പാടുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും. കണ്ടില്ലേ? അപ്പം 4 എണ്ണം ആയതുകൊണ്ട് ഞാൻ 2 എണ്ണം വീതാവുമ്പോൾ കൈ കൊണ്ട് നല്ലോണം അടിച്ചെടുത്തു. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ? ഇതുപോലെ ഓരോ പൊറോട്ടയും നമ്മൾ ഇട്ട് കൊടുത്താൽ മീത എണ്ണ ഒഴിക്കണം, അല്ലെങ്കിൽ ഡ്രൈ ആയി പോവാകെ. കണ്ടില്ലേ? 2 എണ്ണ റെഡി ആയപ്പോൾ ഞാൻ കൈ കൊണ്ട് നല്ല തട്ടിയെടുത്തു കേട്ടോ. കൈമ എണ്ണ ആയതുകൊണ്ട് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതെനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. നല്ല അടിച്ചെടുക്കുക, കൈ കൊണ്ട് ഇങ്ങനെ ഇടിച്ച് അതിനെ പതാക്കി എടുക്കുക. കണ്ടില്ലേ? അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കറീനെ കുറിച്ച് ഇനി ഞാൻ പറയണില്ല. അപ്പോൾ പൊറാട്ടയും കറിയും നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും, ഈസിയാണ്. പിന്നെ എന്തിട്ടാണ് പറയാൻ വന്നിട്ടുള്ളത്, അപ്പം നമ്മുടെ പഴയ പൊറോട്ട കുറേ നേരം അടിച്ച് പദം വരുത്തിയിട്ട് ഉണ്ടാക്കണം. ആ പൊറോട്ട ഉണ്ടല്ലോ കുറേ നേരം വെച്ചിട്ട്, ഞാൻ 2019 ജൂൺ മാസത്തിലൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പം പഴയ വീഡിയോ ആണ്, അപ്പോൾ കണ്ടു നോക്കാൻ മറക്കരുത് അതും കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നോക്കാം, പെട്ടെന്ന് തന്നെ പണി അവസാനിപ്പിക്കാം. അപ്പം ഞാൻ അപ്പൊ നമുക്ക് ഉള്ളിക്കറി 3/4 ടീസ്പൂണ് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പൊട്ടട്ടെ കേട്ടോ. പൊട്ടുമോനെ ചൂടായി വൃത്തിയിട്ട. ഇനി ഇങ്ങനെ പശയായിട്ട് ഇരിക്കണം, അധികം ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇരിക്കരുത്. മാവ് ഒരു തരിയും കൂടി ഒഴിക്കുന്നുണ്ട് ഞാൻ വെള്ളം. അപ്പൊ നമ്മുടെ ചപ്പാത്തി ചപ്പാത്തിയില്ല പൊറോട്ടയില് അധികം ഇങ്ങനെ മാവ് ടൈറ്റായി കഴിഞ്ഞാൽ നമ്മുടെ പൊറോട്ട ഉണ്ടാക്കി കഴിയുമ്പോഴേ ഈ കടുക് താന്നേരി